CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്ക് നിയമക്കുരുക്ക് മുറുകുന്നു. അർജുൻ സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് വിലയിരുത്തുന്നു. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന പോലീസ് റിപ്പോർട്ട് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി വീണ്ടും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അതായത് ഈ അർജുൻ ആയങ്കി ഒരു സ്ഥിരം കുറ്റവാളിയാണ്, കൊടും ക്രിമിനലാണ്, പോലീസിനെ പരസ്യമായി പലവട്ടം വെല്ലുവിളിച്ചയാളാണ്. പോലീസിനെ മാത്രമല്ല, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ച ആളാണ്. ദിവസങ്ങൾക്കുള്ളിൽ തൂക്കി, ശരി തന്നെ. പക്ഷെ പോലീസ് ഇനിയും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നോ? അതായത് അർജുൻ ആയങ്കി ആരെന്ന് ബോധ്യപ്പെടുത്തി അർജുൻ ആയങ്കിയെ തുറുങ്കിലടയ്ക്കാൻ തന്നെയോ പോലീസിൻ്റെ പുറപ്പാട്? കൃഷ്ണരാജ്, രാഖി, ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക്, കാരണം പോലീസിനെ ദിവസങ്ങളോളം വട്ടം കറക്കിയ ആളാണ് ഈ CPM ക്രിമിനൽ അർജുൻ ആയങ്കി എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിലായി ഓരോ സ്ഥലത്തും പോലീസ് എത്തുമ്പോൾ അവിടെ നിന്ന് തന്ത്രപൂർവ്വം മുങ്ങുന്ന ഒരാൾ. അത് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയ വെല്ലുവിളികൾ അത് പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഘട്ടത്തിലാണ് തുടർ നടപടികൾ. കാരണം കോതമംഗലം കോടതിയിലാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട കേസ് എത്തുന്നത്, റിപ്പോർട്ട് നൽകുന്നതും. ഈ മെയ് 3-ാം തീയതി കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ കൂട്ടാളികൾക്കൊപ്പം എത്തിയപ്പോഴാണ് അർജുൻ ആയങ്കി ആദ്യം പിടിയിലാകുന്നത്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് കേസെടുക്കുന്നതും കസ്റ്റഡിയിൽ എടുക്കുന്നതും. കോതമംഗലം സ്റ്റേഷനിൽ മാത്രം 2 കേസുകളുണ്ട്. ഊന്നുകൽ സ്റ്റേഷനിൽ ഒരു കേസുമാണ് നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. ഈ കേസുകളിൽ ഇന്നലെ തലശ്ശേരി ജയിലിലെത്തി അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് തുടർ നടപടികളുടെ ഭാഗമായിട്ട് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, അതായത് അർജുൻ ആയങ്കിയുടെ സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നും അയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന ആളാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സംഘം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഊന്നുകൽ CAയെയും ഒപ്പം കോതമംഗലം CAയെയും എല്ലാം ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം കോടതിയെ ധരിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകുന്നുണ്ട്. ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തിയതിലും ഒപ്പം തന്നെ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയതിലും പ്രത്യേകമായി തന്നെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് അന്വേഷണ സംഘം കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. വലിയ തോതിൽ, അതായത് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത ഊന്നുകൽ SHOയ്ക്കും സമൂഹ മാധ്യമത്തിലൂടെ ശബ്ദ സന്ദേശത്തിലൂടെയായിരുന്നു അർജുൻ ആയങ്കി ഭീഷണി തുടർന്നത്. കോതമംഗലം CAയെ നേരത്തെ കുടുംബാംഗങ്ങളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് അർജുൻ ആയങ്കി മാറിയിരുന്നു. അങ്ങനെ ഇത്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം പോലീസ് സംവിധാനത്തെ ആകെ വെല്ലുവിളിച്ചു. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അടക്കം വിമർശിക്കുകയും ആക്ഷേപിക്കുകയും എല്ലാം ചെയ്ത അർജുൻ ആയങ്കി ദിവസങ്ങളോളം പാർട്ടി കേന്ദ്രങ്ങളിൽ കണ്ണൂർ ജില്ലയിലടക്കം കൃത്യമായുള്ള ഒളി സങ്കേതങ്ങൾ ലഭിച്ചിരുന്നു. എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് കടക്കുന്നു, അവിടെ നിന്ന് മലപ്പുറത്ത് ഇറങ്ങുന്നു. ഈ സമയത്തൊന്നും തന്നെ പോലീസ് 12 അംഗ സംഘത്തെയെല്ലാം വിന്യസിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ അന്വേഷണം നടത്തിയിട്ട് പോലും കണ്ടെത്താനോ അയാളെ പിടികൂടാനോ ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായം ഒന്നുകൊണ്ട് മാത്രം പിടിക്കുകയും അതിനെ പിന്നീട് കണ്ണൂർ സ്ക്വാഡ് എന്നെല്ലാം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോലീസിൻ്റെ ഒരു സ്ഥിതി ദയനീയമായി മാറുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് മുഖം രക്ഷിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത നടപടികൾ അനിവാര്യമാണ്. അങ്ങനെയാണ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ നൽകിയിരിക്കുന്ന ജാമ്യം. ആ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് താൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്നതിനെ ചൊല്ലി കോതമംഗലം CAയെ ഭീഷണിപ്പെടുത്തുന്നത്, പിന്നീട് ഊന്നുകൽ CAയെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഈ പശ്ചാത്തലത്തിൽ ജാമ്യം റദ്ദാക്കണം, സ്ഥിരം ക്രിമിനലും കുറ്റവാളിയുമായ ആൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നത് തന്നെയാണ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. തീർച്ചയായും ജിജീഷ്, എന്തായാലും ഇപ്പോൾ അർജുൻ ആയങ്കി അകത്തായി കഴിഞ്ഞു. അപ്പോൾ ഈ അട്ടപടല ഇനി അങ്ങ് പൂട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലാണ്. പോലീസിനെയൊക്കെ ഇങ്ങനെ അപമാനിക്കുക, പരിഹസിക്കുക, കബളിപ്പിക്കുക, അതൊക്കെ പോലീസിന് സ്വാഭാവികമായും പ്രശ്നം ഉണ്ടാക്കും. അവർക്കുള്ളിൽ എന്നാൽ പിന്നെ ശരിയാക്കി തരാം എന്നൊരു ബോധ്യം അവർക്കും ഉണ്ടാവും. അപ്പോൾ സ്ഥിരം കുറ്റവാളി കൂടിയാകുമ്പോൾ അത് എളുപ്പമാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു ജിജീഷ് കരുണാകരൻ.